ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്സ്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വൈകുന്നേരത്തെ ചായക്കൂട്ടലിനൊക്കെ ഇത് മതിയാവും. കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. നല്ല കറുമുറ എന്നുള്ള മിക്സ്ചറാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പാണ്. അത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ്. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം കൈവച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് സാധാരണ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഈ കടലമാവും കൂടെ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. വെള്ളം ഒരുപാട് കൂടി പോവരുത്, അതുപോലെ കുറഞ്ഞു പോകാനും പാടില്ല. അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സറിൻ്റെ റെഡ് കളറിലുള്ള മിക്സറിന് വേണ്ടിയിട്ടുള്ള മാവാണ് ഇനി തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂണോളം കശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതെല്ലാം കൂടെ കൈകൊണ്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ കടലമാവൊക്കെ അളക്കുന്ന കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, പക്ഷെ ഒരെണ്ണത്തിൽ തന്നെ എല്ലാം അളവ് കറക്റ്റായിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ അതിനനുസരിച്ചിട്ട് ക്രമീകരിച്ചു കൊടുക്കുക. ഇവിടെ ഈ ഒരു അച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇത് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള അച്ചുണ്ട്, അത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മൾ സേവനാഴിയിലോട്ടേക്ക് നമ്മൾ ഡോ ഇട്ട് കൊടുത്തിട്ട് നോക്കുക ഇത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആദ്യം നമുക്ക് ഓയിലൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സറിൻ്റെ ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സേവനാഴിയിലൂടെ നമ്മൾ ഇടിപ്പിട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ, നൂൽപ്പിട്ട് ഉണ്ടാക്കുന്നത് പോലെ ചെയ്തെടുക്കുക. ഇത് ഒത്തിരി സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. കുറച്ച് സമയം ഒരു മിനിറ്റൊക്കെ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനിയിങ്ങനെ പൊട്ടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നല്ല നൂല് പോലെ നീളത്തിൽ വരുവാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അത് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് വറുത്ത് മാറ്റി വയ്ക്കുന്ന സമയത്ത് കുറച്ച് സമയം കഴിയുമ്പോഴും പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇപ്പം തന്നെ നല്ല ക്രിസ്പിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഇനി ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ മഞ്ഞ കളറുള്ള മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മിക്സ്ചറാണ് ഇനി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നേരത്തെ ചെയ്തതുപോലെ ഇതും ചെയ്തെടുക്കുക. ഇതിന് ഞാൻ അച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഓട്ട കുറച്ച് വലിപ്പമുള്ള അച്ചാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആകെ എണ്ണ മാത്രമേ കുറച്ച് ആവശ്യമായിട്ടുള്ളൂ, പിന്നെ കടലമാവും കൂടെ വേണം. അപ്പം നമ്മളെ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് മിക്സറിലേക്ക് ആവശ്യമായിട്ടുള്ള കടല ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കടല വറുത്തെടുക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. അപ്പം ഞങ്ങൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് തന്നെ കടല കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തോലോടെ ചതച്ചതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ ഇട്ടിട്ട് ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതെല്ലാം കൂടെ മിക്സറിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളകും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ അതിലോട്ടേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.